ബിനോയ് വിശ്വത്തിന്റെ CPM വിധേയത്വത്തിനെതിരെ CPI സംസ്ഥാന സമ്മേളനത്തിൽ അമർഷം ശക്തമാണ്. വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും എല്ലാം ഇരുന്ന കസേരയാണ് സംസ്ഥാന സെക്രട്ടറിയുടേത് എന്ന് ഓർമ്മിക്കണമെന്നാണ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പറയുന്നത്. ആഭ്യന്തര വകുപ്പിനെ ഇങ്ങനെ തഴുകരുത് എന്നും തൃശൂർ പൂരത്തിൽ പോലീസ് പ്രവർത്തിച്ചത് BJPക്കും RSSനും വേണ്ടിയാണ് എന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നിരുന്നു. സംസ്ഥാന സെക്രട്ടറി പോലീസിനെ വെള്ളപൂശുന്നത് എന്തിനാണെന്നും പ്രതിനിധികൾ സമ്മേളനത്തിൽ ചോദിച്ചു. തൃശൂർ പൂരം കലക്കലിൽ വിവാദമുണ്ടായിട്ടും പാർട്ടി പ്രതിരോധിച്ചോ എന്നായിരുന്നു ചില പ്രതിനിധികളുടെ ചോദ്യം. ഇരയാക്കപ്പെട്ടത് K രാജനല്ലേ എന്ന് പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധികൾ വിമർശിക്കുകയും ചെയ്തു. സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് പോലീസ് മങ്ങലേൽപ്പിച്ചു എന്നും വിമർശനമുയരുന്നുണ്ട്. DYFIക്ക് രക്ഷാപ്രവർത്തന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കൈകൊണ്ട് തന്നെ പോലീസ് ഗുണ്ട സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഗതികേടാണെന്നാണ് മുഖ്യമന്ത്രിക്കെതിരായ പരിഹാസം. തുടർഭരണത്തിന് വിഘാതമാകുമെന്ന് പോലീസ് ഭരണമായിരിക്കുമെന്ന് സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി. ആഗോള അയ്യപ്പ സംഗമം ഇടതുനയ വ്യതിയാനത്തിന്റെ ഭാഗമാണെന്നും വിമർശനമുയർന്നു. ആരാണ് ഈ പൗരപ്രമുഖരെന്നും പ്രതിനിധികൾ ചോദിച്ചു. അതേസമയം CPI സംസ്ഥാന സമ്മേളനത്തിന് വെള്ളിയാഴ്ച കൊടിയിറങ്ങുമ്പോൾ സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. പഴയ ഇസ്മയിൽ പക്ഷവും K പ്രകാശ് ബാബുവിനെ അനുകൂലിക്കുന്നവരും സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റൊരു പേര് ഉയർത്തിയിട്ടില്ല. മന്ത്രിമാരായ K രാജൻ, P പ്രസാദ്, ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ P സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറിയായ PP സുനീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഴയ കാനം പക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ബിനോയ് വിശ്വത്തിനുണ്ട്. VS സുനിൽകുമാർ, PS സുബാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഴയ ഇസ്മയിൽ പക്ഷ നേതാക്കളും ബിനോയ് സെക്രട്ടറിയായി തന്നെ തുടരട്ടെ എന്ന നിലപാടിൽ തന്നെയാണ്. എന്നാൽ സംസ്ഥാന കൗൺസിൽ മേൽക്കൈ നേടാൻ ഇരുപക്ഷവും നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. 101 അംഗ കൗൺസിലിൽ ഭൂരിപക്ഷം ഉറപ്പാക്കിക്കൊണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുപ്പുകളിൽ സ്വാധീനം ഉറപ്പിക്കാനാണ് ഈ നീക്കം. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ തങ്ങളുടെ മേൽക്കൈ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറഞ്ഞത് 18 സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കാനാണ് ഇസ്മയിൽ പ്രകാശ് ബാബു പക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വെട്ടിനിരത്തലിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അച്ചടക്ക വാൾ വീശിക്കൊണ്ട് പിന്തിരിപ്പിക്കുമെന്നാണ് പഴയ കാനം പക്ഷത്തിന്റെ രീതി. ബിനോയ് കർശന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒപ്പം നിന്നാലേ ഇത് സാധിക്കൂ. സംഘടനാ പ്രശ്നങ്ങളിൽ ഇരുപക്ഷത്തെയും ചേർത്ത് നിർത്തുന്ന രീതിയാണ് ബിനോയ്ക്കുള്ളത്. ജില്ലകളിലെ വിഭാഗീയതകളെപ്പറ്റി സംഘടനാ റിപ്പോർട്ടിൽ പറയാതിരുന്നത് ഈ നിലപാട് മൂലമാണ്. തൃശൂർ, പാലക്കാട്, ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ തങ്ങളുടെ സ്വാധീനം കാനം പക്ഷം പരമാവധി ഉപയോഗിക്കും. സംസ്ഥാന സെന്റർ നേരിട്ട് കൗൺസിലിലേക്ക് നിർദ്ദേശിക്കുന്നവരിൽ കാനം പക്ഷത്തിനായിരിക്കും മേൽക്കൈ ഉണ്ടാവുക. മറുവിഭാഗം സമ്മർദ്ദ ശക്തിയായെങ്കിലും ഭൂരിപക്ഷം നേടാനുള്ള സാധ്യത അവർ തള്ളുകയാണ്. കൗൺസിലിൽ ഭൂരിപക്ഷം ഉറപ്പിക്കുക വഴി VS സുനിൽകുമാർ, PS സുബാൽ എന്നിവരിൽ ഒരാളെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാക്കുകയാണ് ഇസ്മയിൽ പക്ഷത്തിന്റെ ലക്ഷ്യം. ചന്ദ്രശേഖരൻ ഒഴിയുന്ന സ്ഥാനത്ത് R രാജേന്ദ്രനെ അസിസ്റ്റന്റ് സെക്രട്ടറിയാക്കാൻ കാനം വിഭാഗവും കരുക്കൾ നീക്കുന്നുണ്ട്.